ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ തന്നെയാണ്. അറിയാം, നിങ്ങൾക്ക് മാത്സ് എക്സാം കഴിഞ്ഞു, ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്തൊക്കെ നമ്മൾ കേൾക്കുന്ന മക്കൾ പറഞ്ഞതാണ്, സാറേ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ മാത്രമല്ല ക്വസ്റ്റ്യൻ വന്നത്, അതേപോലെ തന്നെ എവിടുന്ന് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേമും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മക്കളെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നിങ്ങളിപ്പോൾ ഫസ്റ്റിലെ എക്സാം വന്നിട്ടുണ്ടായത് മാത്സ് എക്സാം ആണ്. ആ മാത്സിന്റെ അവിടെ മുതൽ തന്നെ നമ്മൾ അതിനെ ഏകദേശം നോക്കി കാണാൻ തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ടൈമിന്റെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തെ സിറ്റുവേഷനില് അല്ലെങ്കിൽ സാറേ ഇവരുടെ അവസ്ഥയിൽ ഇപ്പൊ ക്രിസ്മസ് എക്സാം അതന്നെ നമുക്ക് ആലോചിക്കാം. ക്രിസ്മസ് എക്സാമിന് മാത്രം ഇവർക്ക് ജിയോഗ്രഫിയിൽ ഹിസ്റ്ററിയിലും കൂടെ എത്ര ചാപ്റ്റർ പഠിക്കാണ്ട്? അത് നിങ്ങൾ ആലോചിക്കുക, ഹിസ്റ്ററിയിൽ മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ, അല്ല 8ാമത്തെ ചാപ്റ്റർ ഒഴിവാക്കി 6 ചാപ്റ്റർ ഹിസ്റ്ററി വരുന്നുണ്ട്. ജോഗ്രഫിയിലോ സാർ? ജോഗ്രഫിയിലാണെങ്കിൽ 5 ചാപ്റ്റേഴ്സ് ആണ് ആക്ച്വലി ഇവർക്ക് ജോഗ്രഫി. 11 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏത് സെക്കൻഡ് ടേമിലേക്ക് മാത്രമായിട്ട്. അതാണ് പോയിന്റ്. നിങ്ങൾ ആലോചിക്കുക, മാത്സിൽ ആകെ ടോട്ടൽ എനിക്ക് തോന്നുന്നു 13 14 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ക്രിസ്മസ് എക്സാമിന് മാത്രം പഠിക്കാൻ നിങ്ങൾക്ക് 11 ചാപ്റ്റർ ഉണ്ട്. അഥവാ ഓൺ എക്സാമിന് കൂടി കൂട്ടി പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഓണം എക്സാമിന് 6 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 3 അതുപോലെ തന്നെ ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 17 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. എൻ്റെ മക്കളെ ആലോചിച്ച് നോക്കട്ടോ, നിങ്ങൾ ഇത് മൊത്തം നിങ്ങൾ എങ്ങനെയാണ് പഠിച്ച് തീർക്കുക? ഏകദേശം ബാക്കിയുള്ള എക്സാമുകളെ പോലെയല്ല, ടൈമും ഇല്ല. കാരണം ബാക്കിയുള്ള എക്സാമിന് സാധാരണ സോഷ്യൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു വെള്ളി ശനി ഞായർ 3 ദിവസം ഉണ്ടാവാറുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ തിങ്കളാഴ്ച എക്സാം പോകാറുള്ളത്. പക്ഷേ ഈ ക്രിസ്മസ് എക്സാമിന് അവസാനത്തെ എക്സാം ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇതുവരെ നിങ്ങൾ അടിപൊളിയാക്കിയിട്ട് സോഷ്യൽ ലെവല് അവസാനം. കൂടാതെ തന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ മാത്സിന്റെ കാര്യം തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ടഫ് വരുന്ന 2 സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്സ്, 2 സോഷ്യൽ. കാരണം 2 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷിന് ചിലപ്പോൾ ലാംഗ്വേജ് സബ്ജക്ട് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കാൻ വെക്കാം. അപ്പൊ അതിന് മാത്സ് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ദിവസങ്ങൾ കിട്ടിയിരുന്നു. പക്ഷെ സോഷ്യൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങൾ കിട്ടുന്നില്ല. ആ ഒരു ദിവസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ ഒരു എക്സാം കഴിഞ്ഞ് അന്ന് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നിങ്ങൾ എഴുതേണ്ടത് 17 ചാപ്റ്ററിന്റെ എക്സാമിനേഷൻ ആണ്. അതത് ഈസി ആയിട്ടുള്ള കാര്യമാണോ മക്കളെ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് ഇതൊന്ന് എളുപ്പമാക്കി തന്നാലോ? നമ്മളിത് പേടിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ എന്തായാലും തരണം ചെയ്തിട്ട് നമ്മൾ A+ലേക്ക് എത്തിക്കണം. നിങ്ങൾ എത്തിക്കും ചെയ്യും, അത് നമ്മളെ ഉറപ്പാണ്. അത് എങ്ങനെ എത്തിക്കും എന്നാണ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തത്. അതിന് കൃത്യമായിട്ട് എങ്ങനെ വേണം, പഠിക്കാനുള്ളൊരു പ്ലാൻ വേണം. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എവിടെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1, 2, 3 നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ എസ്എ പോലെ പഠിച്ചു വന്നാൽ കാര്യമില്ല, മാർക്കില്ല. കാരണം എന്താണ്, അവിടുന്ന് ഒരിക്കലും എസ്എ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വേണമെങ്കിൽ ഹിസ്റ്ററിനെ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ വരാനുള്ളത് 6ാമത്തെ ചാപ്റ്ററിന്, അല്ലെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ. ഇപ്പൊ ജിയോഗ്രഫിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഐസ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് ഒരു എസ്എ വരാം. പക്ഷെ ഇത് നമുക്ക് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുമോ? ഞാനൊരു ചോദ്യം പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ഞാൻ പറയാം. ഇപ്പൊ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, സൺ സിൻക്രോണിയസ് സാറ്റലൈറ്റ്, ഇത് എസ്എ വരും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ പോവാ, ഇങ്ങനെ ഇരിക്കേണ്ടി വരും. 2 പേരുകൾ കേട്ടിട്ട് എന്ത് ചെയ്തിരുന്നു, നിങ്ങൾ ആ ഇരുത്തം ഇരിക്കേണ്ടി വരും. ബാക്കിയുള്ളതിനെ പോലെയല്ല, ബയോളജിയെ പോലെയോ കെമിസ്ട്രിയെ പോലെയുള്ള എക്സാം അല്ല സോഷ്യൽ എന്ന് പറഞ്ഞത്. ഒരുപാട് എഴുതേണ്ടി വരും, ഒരുപാട് കൃത്യമായിട്ട് ആൻസർ എഴുതേണ്ടി വരും, കുറെ പഠിക്കാനുണ്ട്. മക്കളെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു പ്ലാനാണ്, കൃത്യമായിട്ട് ഇങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു മെത്തേഡാണ്. അതെങ്ങനെ ട്രിക്കിലാക്കി തരാം, ഇതെല്ലാമാണ്. മക്കൾ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യം സെറ്റാക്കിയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ മക്കളൊറ്റ കാര്യം ചെയ്താൽ മതി, കൃത്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരാ. ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഒരൊറ്റ മാരത്തോൺ ലൈവിലോ ഞങ്ങൾ ഈ ചാപ്റ്റേഴ്സ് മൊത്തം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി. അഥവാ ഒരു ചാപ്റ്ററിന് 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി മക്കളെ. ആ 5 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് വരും. 5 വരും ഞാൻ പറയില്ല, അല്ലെ 3 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. ആ രീതിയിൽ ഞങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി വരാണ് മക്കളെ. 7 മണിക്ക് അങ്ങോട്ട് പോന്നോ, ഞങ്ങൾ അവിടെ സെറ്റാക്കിയിരിക്കും.